ഹലോ ഫ്രണ്ട്സ്, ലൂസിഫർ നമ്മുടെ തിയേറ്ററുകളിൽ ഇപ്പോൾ വലിയ വിജയം ആഘോഷിക്കുകയാണ്. പൃഥ്വിരാജ് മോഹൻലാൽ ടീമിന്റെ ലൂസിഫർ എന്ന ചിത്രം ഇപ്പോൾ 100 കോടി ക്ലബിലേക്ക് കയറുകയാണ്, 100 കോടി ക്ലബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ലൂസിഫർ എന്ന സിനിമയെ ഇത്രയും ഒരു കൂറ്റൻ വിജയത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രധാന മാധ്യമങ്ങളിൽ പോലും ചർച്ചയായി വരുന്നത്. ലൂസിഫറിന്റെ പ്രധാന വിജയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെ ജനപ്രിയമായി മാറിയ ഫൈറ്റ് സീനുകളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനാകില്ല. ഒരു മാസ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ മോഹൻലാലിന്റെ 2 ഫൈറ്റ് സീനുകൾ ലൂസിഫറിലുള്ളത്, അത് സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒരു പഞ്ചുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പീറ്റർ ഹെയിന്റെ ശിഷ്യനായ സ്റ്റണ്ട് സിൽവയാണ് ലൂസിഫറിന് ആക്ഷൻ കോറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. ലൂസിഫറിന്റെ ഫൈറ്റ് സീനുകളെ പീറ്റർ ഹെയിൻ ചിട്ടപ്പെടുത്തിയ ഒടിയൻ എന്ന ചിത്രത്തിലെ ഫൈറ്റ് സീനുകളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ലൂസിഫർ എന്ന സിനിമയുടെ സ്റ്റണ്ട് സീക്വൻസുകൾക്കുള്ള ഒരു ഗ്രേസ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ലൂസിഫർ എന്ന ചിത്രത്തിന്റെ പ്രധാന വിജയ ഘടകങ്ങളിൽ ഒന്ന് അതിലെ ഫൈറ്റ് സീനുകൾ തന്നെയാണ്. അതേസമയം പീറ്റർ ഹെയിൻ ചിട്ടപ്പെടുത്തിയ ഒടിയൻ എന്ന ചിത്രത്തിലെ ഫൈറ്റ് സീനുകൾ പ്രേക്ഷകരിലേക്ക് എത്തിയില്ല, പ്രേക്ഷകർക്കിടയിൽ യാതൊരു ചലനവും ഉണ്ടാക്കാതെ പോയ ഫൈറ്റ് സീനുകളാണ് എന്ന് പിൽക്കാലത്ത് നിരീക്ഷണം ഉണ്ടായതാണ്. പുലിമുരുകനിൽ ശ്രദ്ധേയമായ ആക്ഷൻ ചെയ്ത് ദേശീയ പുരസ്കാരം തന്നെ സ്വന്തമാക്കിയ പീറ്റർ ഹെയിന് പക്ഷേ ഒടിയനിൽ പ്രതീക്ഷയ്ക്കൊത്തുയരാനായില്ല എന്നത് സത്യമാണ്. ഇതിന് നിരവധി കാരണങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയും മറ്റും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട. ഏതായാലും പുലിമുരുകൻ എന്ന സിനിമയെ കൂറ്റൻ വിജയത്തിലേക്ക് എത്തിച്ച പീറ്റർ ഹെയിൻ മോഹൻലാൽ ടീം മാജിക് പക്ഷെ ഒടിയനിൽ സംഭവിച്ചില്ല. അതേസമയം ലൂസിഫറിൽ സ്റ്റണ്ട് സിൽവ മോഹൻലാൽ ടീം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം പോയി. കേബിളൊന്നും ഉപയോഗിക്കാതെ തറയിൽ നിന്നുള്ള മുഷ്ടിയുദ്ധവും കിക്കും ഒക്കെയായി ഷാജി കലാസിന്റെയും ജോഷിയുടെയും ഒക്കെ പഴയകാല ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള കളരിയും അത്യാവശ്യം കിടുപിടി ഐറ്റങ്ങളും ഒക്കെയുള്ള മികച്ച സ്റ്റണ്ട് തന്നെയാണ് നമ്മൾ ലൂസിഫറിൽ കാണുന്നത്. മാത്രമല്ല മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഏറെക്കാലമായി ഇത്തരത്തിലുള്ള ഒരു സ്റ്റണ്ട് സീനിൽ അഭിനയിച്ചിട്ട് തന്നെ ആ ഒരു പുതുമയും തീർച്ചയായും വിജയ ഘടകമാണ്. കടവുൾ പോലെ എന്ന തമിഴ് വായ്ത്താരിയുടെ പശ്ചാത്തലത്തിലുള്ള ആദ്യ ഫൈറ്റും പിന്നെ ആ ജയിൽ ഫൈറ്റും ഒക്കെ ആരാധകർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ലൂസിഫറിലെ മാസ് രംഗങ്ങൾ തന്നെയാണ്. ഈ 2 ഫൈറ്റ് സീനുകളിലുമുള്ള ബ്രില്യൻ്റ് ആയ ക്യാമറ ചലനങ്ങളും ആരാധകർക്ക് കൈയടിച്ച് ആഘോഷിക്കാൻ പാകത്തിന് കൊടുത്തിരിക്കുന്ന തന്ത്രപരമായ പൗസും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. കമേഴ്ഷ്യൽ സിനിമ നമിക്കുന്ന സംവിധായകനാകാൻ തനിക്ക് സാധിക്കുമെന്ന് പൃഥ്വിരാജ് ലൂസിഫറിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, റിലീസിന് മുമ്പായിട്ട് യാതൊരു മുൻവിധിയും പ്രേക്ഷകർക്ക് കൊടുക്കാത്ത സത്യസന്ധമായി തന്നെ ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള ലൂസിഫറിന്റെ പരസ്യ പ്രചരണവും തീർച്ചയായും ഒരു വിജയ ഘടകമായി നമുക്ക് വിലയിരുത്താം. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. ലൂസിഫറിന്റെ വിജയ ഘടകത്തിലെ പ്രധാന കാര്യമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.